മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 38 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, യേശുനാഥൻ ഒരു ദേവാലയത്തിലായിരിക്കുമ്പോൾ പലരും വന്ന് കാണിക്കവഞ്ചിയിൽ കാണിക്ക സമർപ്പിക്കുന്നുണ്ട്. വലിയവർ അവരുടെ മിച്ചമുള്ള തുകയിൽ നിന്ന് ആ പണം ഇടുന്നത് കർത്താവ് കാണുകയാണ്. അവസാനം ഒരു വിധവയായ സ്ത്രീ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട് 2 നാണയത്തൊട്ടുകൾ ഇടുകയാണ്. വിധവയാണ്, അവൾക്കൊന്നും ഇല്ലാത്തവളാണ്. അവളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്തായിരുന്നോ അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ആ വിധവയുടെ പ്രവൃത്തിയെ പ്രകീർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോനാഥൻ കാൽവരിയിൽ 2 കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ ജീവനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. വിധവയായ സ്ത്രീ 2 ചെമ്പ് നാണയങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് കരുതി നമ്മൾ സൂക്ഷിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം ഈശോയുടെ സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് കരുതുന്നത് ദൈവത്തിന് സമർപ്പിക്കണം. ഈ വിധവയ്ക്ക് ഈ 2 ചെമ്പ് നാണയത്തുട്ടുകൾ അവളുടെ ജീവിതത്തിൻ്റെ ആശ്രയമായിരുന്നു. മിച്ചമുള്ളതല്ല, ആശ്രയമാകേണ്ടത് നൽകുന്നതിനെയാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായി തീരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതാണ് ദൈവത്തിന് മുമ്പിൽ പ്രതിഫലം നേടാൻ അർഹമാക്കി തീർക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മിച്ചമുള്ളത് നൽകാൻ ആർക്ക് സാധിക്കും? നമ്മളൊക്കെ മിച്ചമുള്ളത് നൽകുന്നവരാണോ? അതോ നമുക്കാശ്രയമായി തീരേണ്ടതിനെ ഒന്നുമില്ലാത്തതിൽ നിന്നും നൽകുന്നത്, അത് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. നോമ്പ് കാലത്തിൽ നമുക്ക് മിച്ചമുള്ളതിനെ നൽകേണ്ടതിനല്ല, മിച്ചമുള്ളത് നമ്മുടെ സമയമാകാം, പണമാവാം, സ്നേഹമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതിനെയല്ല ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെ, നമുക്കുള്ള പണത്തെ, നമ്മുടെ കഴിവിനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതാണ് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായി തീരുന്നത്. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, ഈ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, തിരുരക്തത്താൽ ഇവരെ ഓരോരുത്തരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിത നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.